മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും കോടികൾ വിലയുള്ള PR വർക്കുകളെ ഒന്നൊന്നായി കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് UDF തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്നത്. ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് ജോസ് കെ മാണിയുടെ മടക്കവുമായി ബന്ധപ്പെട്ടാണ്. LDFന്റെ ഭാഗമായിരുന്നിട്ടും അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും UDFിലേക്ക് ചേക്കേറാനൊരുങ്ങുന്നത്. സോണിയാഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ജോസ് കെ മാണിയെ ചർച്ചയ്ക്കായി വിളിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. എന്തായാലും കേരള രാഷ്ട്രീയം ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല. എപ്പോൾ വേണമെങ്കിലും വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാവുന്ന തരത്തിൽ അത്രമേൽ പ്രക്ഷുബ്ധമാണ് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് കോൺഗ്രസും UDFും വിസ്മയകരമായ മുന്നേറ്റം നടത്തുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പടരുന്നത് വലിയ ആശങ്കയാണ്. ഇന്ത്യയിലാകെ തകർന്നു നിൽക്കുമ്പോഴും കേരളത്തിൽ മാത്രം അധികാരമുള്ള CPM എന്ന പിണറായി പാർട്ടി ഇന്ന് ഉരുകിത്തീരുകയാണ്. ജോസിലേക്ക് വന്നാൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ നിർണായക സ്വാധീനമുള്ള മാണി ഗ്രൂപ്പ് തിരികെ വന്നാൽ അത് UDFന് നൽകുന്ന കരുത്ത് അസാമാന്യമായിരിക്കും. CPMന്റെ അഹങ്കാരത്തിന് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും ഈ കൂടുമാറ്റം. എന്നാൽ ഈ ചർച്ചയ്ക്കിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് അരങ്ങേറുന്നത്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ച മാണി സി കാപ്പൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു. ഇത് വെറുമൊരു സൗഹൃദ സന്ദർശനമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ പോകുന്ന ഒന്നാണെന്ന് വ്യക്തം. ഒരു വശത്ത് സോണിയാഗാന്ധിയുടെ നിർണായക ഇടപെടലുകൾ നടക്കുമ്പോൾ മറുവശത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന തന്ത്രജ്ഞനായ നേതാവും VD സതീശൻ എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സമവാക്യങ്ങൾ ചമയ്ക്കുകയാണ്. മാണി സി കാപ്പന്റെ ഈ മലപ്പുറം യാത്രയിലൂടെ UDF ലക്ഷ്യം വയ്ക്കുന്നത് മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിച്ച് ഒരു വമ്പൻ തിരിച്ചുവരവിനാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഘടകകക്ഷികളെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ബാധിക്കും. ജോസ് കെ മാണി പോയാൽ പകരം ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ CPM പകച്ചു നിൽക്കുകയാണ്. ഇതുവരെ കണ്ട PR പ്രതിച്ഛായകളൊന്നും രക്ഷിക്കാനാവാത്ത വിധം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ UDFന്റെ ചിട്ടയായ നീക്കങ്ങൾ ഓരോന്നായി വിജയം കാണുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ഊർജം ലഭിച്ചിരിക്കുന്നു. കാപ്പനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് LDF പാളയത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മാണി ഗ്രൂപ്പിന്റെ മടങ്ങിവരവ് പാലായിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തു മാറ്റമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അട്ടിമറികളുടെയും അപ്രതീക്ഷിത നീക്കങ്ങളുടെയും ഈ പത്മവ്യൂഹത്തിൽ ആരായിരിക്കും വിജയിക്കുക? അഹങ്കാരത്തോടെയുള്ള ഭരണശൈലിക്ക് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന മറുപടിയായിരിക്കുമോ ഇത്? വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും. ചുരുക്കത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF സംവിധാനം ഒരുക്കുന്ന ഈ പുതിയ വിസ്മയം കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിവരയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.